രജീഷ് കുമാറേ, രണ്ടടിക്കാത്ത ചായ. ആന്ന് ഇപ്പൊ തരാ. അജേട്ടാ കടി എന്താ ഉള്ളത്? ഉഴുന്നുകൂടെ ബോണ്ട കായപ്പം പത്തിരി. കണക്ക് എന്താ വേണ്ടേ? 2 പത്തിരി. പത്തിരല്ലേ ഞാൻ? അജേട്ടാ നിങ്ങളെന്താ രാവിലെ നടക്കാൻ വരാഞ്ഞ്? രാവിലത്തെ മഴ കണ്ടപ്പോ ചടപ്പായി പോയി. അജയ നോക്ക്, 10-50 വയസ്സായി, ആരോഗ്യം നല്ലോണം ശ്രദ്ധിച്ചോ. ഓന് പ്രശ്നമില്ലടോ, ഓന് ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കണ്ടല്ലോ, അത് മതിയോ? ശരിയാട്ടോ. ഈ ചെക്കന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യാട്ടോ. അല്ല മോനേട്ടാ, ആ ബൈക്കിന്റെ ബാക്കിലേക്ക് നിങ്ങളെ മോനല്ലേ? നിങ്ങൾ കണ്ടില്ല? ഞാൻ ശ്രദ്ധിച്ചില്ല ശിവ. ശ്രദ്ധിക്കണം മോനേട്ടാ, നിങ്ങളത് കുറെ കാലം അത് പറയണം വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മോനെ പറ്റി ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കല്ലേ? ഞാനിപ്പോ അതാ പറയാൻ പഠിച്ചു. അതൊന്നും പ്രശ്നമില്ല ശിവ, ഈ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനല്ലേ. മോനേട്ടാ, ഇവിടെ കുറെ ചെറുപ്പക്കാരുണ്ട്, മൊത്തം അലമ്പുകളാ. നിങ്ങളെ മോനെ പല സമയത്തും പല സ്ഥലത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാണുമ്പോഴൊക്കെ കുറെ ചെക്കന്മാരെ കുറെ പെൺകുട്ടികളെ കൂടെ ഉണ്ടാവും. ഇന്നാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തെ ആ ബസ് സ്റ്റോപ്പിന് സൈഡിലുണ്ട് ഓൻ്റെ ടീമും. കണ്ടിനെനിക്ക് അത്ര സുഖം തോന്നിയില്ല കേട്ടോ. പിന്നെ ഓൻ 24 മണിക്കൂറും ഫോണിലാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശിവൻ പറഞ്ഞത് ശരിയാ മോനേട്ടാ. ഞാനൊരു 3-4 പ്രാവശ്യം ഓനെ നമ്മളെ ബീച്ച് ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് തിരിഞ്ഞു കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നും ഓൻ്റെ കൂടെ കുറേ ചെക്കന്മാരുണ്ട്. എനിക്ക് തോന്നണേ അവിടെയാണ് ഇവരെ പ്രധാന സങ്കേതം എന്നാണ്. മോനേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, രാത്രി ആയാൽ നമ്മളെ ടൗണ് മഹാ അലമ്പാണ്. അല്ല, ഓ നട്ടപ്പാരൊക്കെ പുറയിലേക്ക് കയറി വരുമ്പോ നിങ്ങൾ എന്താ നേരം വൈകും ചോദിക്കില്ലേ? നിങ്ങളെന്താ അച്ഛനാണ്? നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. മക്കള് വഴി തെറ്റിയപ്പോൾ അധികം സമയമൊന്നും വേണ്ട. ഇനി വഴി തെറ്റി പോയിട്ട് കുത്തിരിഞ്ഞ് കരഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ലേ? ഇവരെ കാര്യത്തിൽ നമ്മളൊന്ന് ഇടപെടണോ? കാരണം ഇവരെയൊക്കെ നേതാവായി എല്ലാത്തിനും മുന്നിലേ നിങ്ങളെ മോൻ തന്നെയാണ്. ഇനി വളർന്നു വരുന്ന തലമുറ രക്ഷപ്പെടണമെങ്കിലേ നിങ്ങളെ മോനെ പോലത്തെ ചെക്കന്മാരെ നിലയ്ക്ക് നിർത്തണം. മോനേട്ടാ, ഇപ്പൊ ശിവൻ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിലും ഞാൻ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിലും ഇവര് ആശുപത്രി മറയാക്കിയുള്ള എന്തോ ഒരു കളിയാണ്. എന്തായാലും സംഗതി വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഈ ആദ്യം ഓനോടൊന്ന് സംസാരിക്കും, അപ്പൊ അറിയാലോ ഓന്റെ നിലപാടെന്താണ്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കാം. അങ്ങോട്ടും കൂടി സംസാരിച്ച് കാര്യമില്ലടോ, അടിച്ച് കൈയും കാലും പൊട്ടിക്കണോ അല്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ പല സ്ഥലത്തും വെച്ച് ഓനെ ഞാനും കണ്ടിട്ടുണ്ട്. എന്തിനാണ് അവിടെ പോയതെന്ന് വെച്ചാൽ വ്യക്തമായ ഒരു മറുപടി ഒന്നും തരില്ല. ഓൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞതാ. പിന്നെ ഞാനും വിചാരിക്കും വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടത്. ചില സമയത്ത് ഫോൺ വരുമ്പോൾ വീടും വീട്ടുകാരും മറന്ന് ഓൻ്റെ ഒറ്റ പോക്കാ. മക്കൾ ഇപ്പോൾ അത്രയും വലുതായാൽ ഓരമ്പോൾ പേടിക്കണം. നിങ്ങൾ നാളെ കേട്ടില്ലേ, അടിവാരത്തൊരു പാവം പിടിച്ച് ഉമ്മനെ കൊന്നതേ ആ ഉമ്മൻ്റെ മോനാ. സ്വന്തം മക്കളെ കൈകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഈ ടൗണിൽ പോയി സാധനം എടുക്കാണ്ട് ഞാൻ പോവാണ്. അജി അതിന്റെ പൈസ തരട്ടോ. മോനേട്ടാ, നിങ്ങൾ കരലിനെ ഞങ്ങളുണ്ട് കൂടെ. അയ്യോ, അവിടെ എന്താ ആക്സിഡന്റ് ആയിക്കിന്? ഇത് ഇവിടെ സ്ഥിര. അജേട്ടാ, നമ്മളെ ശിവേറിന്റെ വണ്ടി കെട്ടി നല്ല പരിക്കുണ്ട്, പെട്ടെന്ന് ഓടി വരി. ചതിച്ചല്ലോ ഓനെ. മോനേട്ടാ, വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതാ, നിർത്താണ്ട് പോയി വണ്ടി. ശിവ, ശിവ, ആരെങ്കിലും വണ്ടി വിളിക്ക്, ഞാൻ വിളിക്കാം. ശിവ, ശിവ, ചോര ചോര എല്ലാം പോണ്ട്. അജേട്ടാ, ഒരു തുണി ഇട്ടോ. നിങ്ങളൊക്കെ പേഷ്യന്റിന്റെ ആരാണ്? സുഹൃത്തുക്കളാണ്. ശിവൻ എങ്ങനെയുണ്ട് സാർ? ശിവന് ഹെഡ് ഇഞ്ചുറി നന്നായി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഒരുപാട് ബ്ലഡ് നഷ്ടമായിട്ടുണ്ട്. പിന്നെ 2 കാലിനും കൈക്കും പൊട്ടലുണ്ട്. ഉടൻ തന്നെ ICUലേക്ക് മാറ്റും. ഇനി വെന്റിലേറ്ററിന് സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കാൻ സമയത്ത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഇവിടെ എത്തിച്ചതുകൊണ്ട് നല്ല കാര്യമായി.
പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും മാക്സിമം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരുപാട് ബ്ലഡ് നഷ്ടമായ സ്ഥിതിക്ക് ഡോണേഴ്സിനെ നിങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. ഞാൻ ബ്ലഡ് ബാങ്കിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡ് ബാങ്കിലേക്ക് പോകും. ഓക്കെ മോനേട്ടാ അജയേട്ടാ നിങ്ങൾ ഇവിടെ നിൽക്കി, എന്തെങ്കിലും ആവശ്യമുണ്ട് അപ്പം വിളിക്കണം. എന്തായിരുന്നു? ഞങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ട് വരികയാണ്. ഡോക്ടർ വിളിച്ചിരുന്നു. ഈ പേഷ്യൻറ്റിന് ഇവിടെ സ്റ്റോക്കുള്ള 10ഓളം യൂണിറ്റ് ബ്ലഡ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, അതാണ് പ്രശ്നം. ഇപ്പോഴും ബ്ലീഡിങ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനിയും ബ്ലഡ് ആവശ്യമായ ഇവിടെ സ്റ്റോക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്ലഡ് ഡൊണേഴ്സിനെ ശരിയാക്കിക്കോളി. അല്ല, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും കിട്ടുക? നിങ്ങളെ നാട്ടിൽ ബ്ലഡ് കൊടുക്കുന്ന ചെറുപ്പക്കാരൊന്നുമില്ലേ? സിസ്റ്ററെ, ഞങ്ങളെ നാട്ടിൽ കുറേ ചെറുപ്പക്കാരുണ്ട്. ഓലെ കാര്യമൊന്നും പറയാത്തന്നല്ലേ, ഒരു ഉപകാരത്തിനും കിട്ടൂല. ഏത് നേരവും അലമ്പ് കളിച്ചാക്കുന്ന ടീമാണ്. നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഒരു ജീവന്റെ കാര്യമല്ലേ. ഞാൻ ഒരു നമ്പർ തരാം. ഇവിടെ ബ്ലഡിന് ആവശ്യമായ ഇവരെയാ കോൺടാക്ട് ചെയ്യല്. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്ക്. മോനേട്ടാ നിങ്ങളെ ഫോണും തരി, ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞില്ല. ഹോട്ടലിലേ ഈ നേരമില്ലാത്ത നേരത്തെ ചങ്ങായിൻ്റെ ഫോണിലേക്കാണല്ലോ പോണേ. സിസ്റ്ററെ നിങ്ങളൊന്ന് വിളിക്കുമോ? ടെൻഷനായിട്ടാ ഫോണ് തെറ്റിപ്പോണം. അനന്തു അച്ഛനല്ല, ഞാൻ സിസ്റ്റർ രമ്യ. അച്ഛൻ്റെ ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ട് ICUലാ. O നെഗറ്റീവ് ബ്ലഡ് വേണം. ഒരു മിനിറ്റ്. പേഷ്യൻ്റെ പേരെന്താ? ശിവൻ. ശിവൻ. ഞാൻ അച്ഛന് കൊടുക്കേ. മോനെ, ശരി മോനെ. അത് ശരി, അനന്തുവിൻ്റെ അച്ഛനാണോ ബ്ലഡിന് വേണ്ടി ഓടി നടക്കുന്നത്? ഇവിടെ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ബ്ലഡിന് ആവശ്യമായ നേരവും കാലവും നോക്കാണ്ട് അനന്തുവിനെയാണ് വിളിക്കാറ്. അവരും അവൻ്റെ ഫ്രണ്ട്സും വന്ന് എല്ലാം ക്ലിയർ ആക്കും. അത് കണ്ടോ, അനന്തുവും ഫ്രണ്ട്സും, അവരാണ് റിയൽ ഹീറോസ്. മോനേട്ടാ തെറ്റ് പറ്റിയ ഞങ്ങൾക്കാണ്. അനന്തുവിനെ മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. രക്തബന്ധത്തെക്കാൾ മൂല്യമേറിയതൊന്നും ഈ ഭൂമിയിലില്ല. രക്തദാനം മഹാദാനം.